പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ പടച്ചോൻ ഇങ്ങനെ സാഗൂതം അവനിങ്ങനെ നോക്കിക്കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്നത്, നിങ്ങൾ രഹസ്യമായി ഉണ്ടാക്കുന്ന ഡീലുകൾ, പരസ്യമായി ചെയ്യുന്നത് എല്ലാം 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 അള്ളാഹ് കാണുന്നു, അള്ളാഹ് കേൾക്കുന്നുണ്ട്. പിടിക്കുന്നൊരു ദിവസം വരും. ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എത്രമേൽ മാന്യനായിരിക്കും. അങ്ങനെ ആകണ്ടേ നമ്മൾ? അള്ളാഹു അങ്ങനെ ആകാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ആയത്തിറങ്ങാനുണ്ടായ ഒരു സന്ദർഭം എപ്പോഴാണെന്നറിയോ നിങ്ങൾക്ക്? മക്ക വിജയവേള. അവിടെ ദിഗ്വിജയിയായി നിൽക്കുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയത്തിന്റെ അടുക്കൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്തൊരു ആഗ്രഹം. കഅബാലയത്തിന്റെ അകത്ത് കയറണം, കഅബയിലൊന്ന് നിസ്കരിക്കണം, എനിക്കൊന്ന് സുജൂദ് ചെയ്യണം. പുണ്യ നബിയുടെ കൊതിയാണ്. എവിടെ താക്കോൽ? എവിടെ താക്കോൽ? എവിടെ താക്കോൽ ചോദിക്കുമ്പോ യാ റസൂലല്ലാഹ്, അത് ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലാണ് നബിയെ. കഅബാലയത്തിന്റെ താക്കോൽ പണ്ട് മുതലേ സൂക്ഷിച്ചു വരുന്നത് ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കുടുംബക്കാരാണ്. അവരുടെ കയ്യിലാണ് നബിയെ താക്കോൽ ഉള്ളത്. പക്ഷെ ഉസ്മാൻ ഇബ്നു ത്വൽഹ വിശ്വാസിയായിട്ടില്ല. അപ്പോഴും അവിശ്വാസിയാണ്. താക്കോല് പോയി വാങ്ങിക്കൊണ്ടുവരുമെന്ന്. അവിടെ ചെന്ന് ഉസ്മാൻ ഇബ്നു ത്വൽഹ താക്കോല് കൊടുക്കുന്നില്ല, പിടിച്ചു വലിച്ചു വാങ്ങിക്കൊണ്ടുവരാണ്. സ്വഹാബത്ത് കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ അകത്ത് കയറി നിസ്കരിച്ചു. എല്ലാം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴുണ്ട് രണ്ട് മനുഷ്യന്മാർ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഒരാള് സയ്യിദുന അബ്ബാസ് റളിയല്ലാഹു അൻഹു, പുണ്യ നബിയുടെ പിതൃവ്യനാണ്. ഒരാള് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, പുണ്യ നബിയുടെ മരുമകനാണ്. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ബാലന്മാരിൽ ആദ്യത്തെ ആളാണ്. ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടം അലിയാണെന്ന് സയ്യിദുന റസൂലുള്ളാഹ്. അങ്ങനെയുള്ള അലിയാരാണ് കടന്നു വരുന്നത്. രണ്ടുപേരും, ഞങ്ങൾക്ക് തരുവോ നബിയെ താക്കോല്, ഞങ്ങൾക്ക് തരുവോ? അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ആലമീന്റെ ഭാഗത്ത് നിന്ന് മനോഹരമായി ആയത്തിറങ്ങുന്നത്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. കൊടുക്കരുത് നബിയെ, അങ്ങനെ കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ആരും അങ്ങനെ ചെയ്തു പോകരുത്. ആ അമാനത്തെ ഏൽപ്പിച്ചു തന്നതാരാണോ അവരിലേക്ക് തന്നെ. അത് ഏത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും that doesn't matter. അവർക്ക് തന്നെ കൊടുക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു രാഷ്ട്രീയക്കാരന്റെ മുമ്പിലേക്ക് ഒരു പ്രശ്നം വരുന്നു. അവിടെ ഞങ്ങളുടെ പാർട്ടിയുണ്ട്, ഞങ്ങളുടെ പാർട്ടി അല്ലാത്തവരുണ്ട്. നിങ്ങളുടെ പാർട്ടിയല്ല നോക്കേണ്ടത്, അവിടെ നോക്കേണ്ടത് എന്താ? നീതി ഏത് പക്ഷത്താണ്? അമാനത്തേൽപ്പിച്ചത് ആരാണ്? അവരിലേക്ക് അത് തിരിച്ചേൽപ്പിക്കാൻ കഴിയണമെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പടച്ചോൻ പറഞ്ഞു കൊടുക്കാൻ. മുത്തുനബിക്ക് മാത്രമല്ല, വരുന്ന സമൂഹത്തിന് മുഴുവനും പഠിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയാണ്. കാരണം എന്താ? എതിർഭാഗത്ത് നിൽക്കുന്നത് ദുർബലനാണ്. ഇവിടെ വിജയിച്ച് നിൽക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.